ഈ ഇടയ്ക്ക് എൻ്റെ സബ്സ്ക്രൈബർ എനിക്ക് എന്ന് അയച്ചു തന്ന ഒരു മെസ്സേജാണ്, ഒരു വിസ അറ്റാച്ച് ചെയ്തിട്ട് ഈ വിസ ഫേക്ക് ആണോ എന്ന് ചോദിച്ച്. ഇത് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല, അതിനൊരു വഴിയുണ്ട് ഈസി ആയിട്ടുള്ളത്. അതെന്താണെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വെവോ ചെക്ക് എന്ന് ഗൂഗിളിൽ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജിലേക്ക് ഈസി ആയിട്ട് വരാൻ സാധിക്കും. അതല്ലെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കുക, ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഇത് 2 പേർക്കാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വിസ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ നിങ്ങളുടെ വിസ ടൈപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് വിവോ എൻക്വയറി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് വിസ എൻടൈറ്റിൽമെൻറ്റ് വെരിഫിക്കേഷൻ ഓൺലൈൻ എന്നാണ്. ഈ ലിങ്ക് എത്തിയതിന് ശേഷം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇത് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റാണ്. എംബ്ലം നോക്കുക, സൈഡിൽ ടോപ്പ് ലെഫ്റ്റിൽ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് എന്തിനെ ബേസ് ചെയ്താണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. പാസ്പോർട്ടിനെ ബേസ് ചെയ്യാണ് ഈസി ആയിട്ടുള്ളത് എന്ന് പറയുന്നത്. പാസ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് പാസ്പോർട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എന്ത് റെഫറൻസ് ആണ് യൂസ് ചെയ്യുന്നത്, വിസ ഗ്രാൻഡ് നമ്പർ. എനിക്ക് അദ്ദേഹം അയച്ചു തന്ന ആ വിസ ഗ്രാൻഡ് നമ്പർ കോപ്പി ചെയ്ത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബർത്ത് ഡേറ്റ് അത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഡോക്യുമെൻറ്റ് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത് പാസ്പോർട്ടാണ്. അപ്പോൾ പാസ്പോർട്ട് നമ്പർ അദ്ദേഹത്തിൻ്റെ ഞാൻ PDF-ൽ നിന്ന് കോപ്പി ചെയ്ത് ഇവിടേക്ക് ഇട്ടു. അതിനുശേഷം നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക. ടേംസ് ആൻഡ് കണ്ടീഷൻ കൂടി സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ വിസ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളുടെ വിസ ടൈപ്പ് എന്താണ്, നിങ്ങൾ ഏത് രാജ്യത്തു നിന്നുള്ള ആളാണ്, ഏത് സബ് ക്ലാസ്സാണ് വിസയുടേത്, ഏത് ദിവസം വരെയാണ് വിസയുടെ വാലിഡിറ്റി, വിസ ഇൻ എഫക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്, ഏത് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് എൻട്രി ചെയ്യത്തില്ല, എന്തൊക്കെ കണ്ടീഷൻസ് ആണ് നിങ്ങൾക്കുള്ളത് എന്നുള്ള ക്ലിയർ ആയിട്ട് ഈ പേജിൽ എഴുതിയിട്ടുണ്ട്.